അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം വീണ്ടും സങ്കീർണമാകുന്നതായ റിപ്പോർട്ടുകൾ. സമാധാനത്തിന് ഇറാൻ വഴങ്ങിയില്ലെങ്കിൽ തകർത്തു കളയുമെന്ന് ഭീഷണി മുഴക്കി വീണ്ടും ഡൊണാൾഡ് ട്രംപ്. ചർച്ചകൾ അന്തിമഘട്ടത്തിലാണെന്നും ഒന്നെങ്കിൽ കരാറിലെത്തും അല്ലെങ്കിൽ കാര്യങ്ങൾ അല്പം വഷളാകുമെന്നുള്ളതാണ് ട്രംപിന്റെ വാക്കുകൾ. ആദിത്യനുണ്ട് വിവരങ്ങൾ നൽകാൻ. ആദിത്യൻ, ഒരു സമാധാന ചർച്ചയിലേക്കല്ല കാര്യങ്ങൾ പോകുന്നത് എന്നുള്ള കഴിഞ്ഞ ദിവസം കൊണ്ട് തന്നെ മനസ്സിലായതാണ്. വിവിധ തരത്തിലുള്ള മുന്നറിയിപ്പുകളൊക്കെ ട്രംപിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇതിപ്പോൾ ഏറ്റവും പുതിയ മുന്നറിയിപ്പ് എങ്ങനെയാണ്? തീർച്ചയായിട്ടും അമേരിക്കയുമായിട്ടുള്ള യുദ്ധത്തിൽ നയതന്ത്ര പരിഹാരത്തിനുള്ള ശ്രമങ്ങൾ നടക്കുന്നതിനിടയിൽ ചില വിട്ടുവീഴ്ചകൾ നടത്താമെന്ന് കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ ഭാഗത്തു നിന്നും സൂചനകൾ വന്നിരുന്നു. എന്നാൽ ഒരു തരത്തിലും കരാറിലേക്ക് എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ അതിഭീകരമായ യുദ്ധം തന്നെയായിരിക്കും ഇനി മുന്നോട്ട് കാണുന്നത്. ബലം പ്രയോഗിച്ച് വകവെച്ചു കൊടുക്കാൻ സമ്മതിക്കില്ല എന്ന് ഇറാൻ പ്രസിഡന്റ് പറയുന്ന സാഹചര്യത്തിൽ കരാറിലെത്തിയില്ലെങ്കിൽ യുദ്ധമല്ലാതെ മറ്റൊന്നും തങ്ങൾക്ക് മുന്നിലില്ല എന്ന് തന്നെയാണ് ട്രംപ് ആവർത്തിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇനി എന്താകും പശ്ചിമേഷ്യയിലെ സമാധാനം എന്ന കാര്യത്തിൽ ചില സംശയങ്ങൾ ഉരുത്തിരിഞ്ഞു വരികയാണ്. നയതന്ത്ര പരിഹാരത്തിലേക്കുള്ള സകലമാന വഴികൾ നിലവിൽ ഇറാന്റെ ഭാഗത്തു നിന്നും തുറന്നു കൊടുക്കുന്നു എന്നാണ് മസൂദ് പെസഷ്കിയാൻ ഇപ്പോൾ എക്സിലൂടെ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ ബലപ്രയോഗത്തിലൂടെയാണ് തങ്ങളെ കീഴ്പ്പെടുത്താനുള്ള ഒരു ശ്രമം ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയോ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ആക്രമണം ഉണ്ടാവുകയോ ചെയ്തു കഴിഞ്ഞാൽ ഒരു കാരണവശാലും അതിന് വഴങ്ങിക്കൊടുക്കില്ല എന്നും ഇപ്പോൾ കണ്ടതിനേക്കാൾ അതിശക്തമായി തന്നെ തിരിച്ചടിക്കുമെന്നും തന്നെയാണ് ഇറാൻ പ്രസിഡന്റും പറയുന്നത്. ഏതു തരത്തിലുള്ള സാഹചര്യത്തെയും നേരിടാൻ തങ്ങൾ ഇപ്പോൾ സജ്ജമായിരിക്കുകയാണ്. ഇത്രയും ദിവസത്തെ യുദ്ധ അനുഭവ സമ്പത്ത് വെച്ച് തന്നെ ഇനി മുന്നോട്ട് പോകുന്ന ദിവസങ്ങളിൽ ഏത് തരത്തിലുള്ള പ്രത്യാക്രമണം അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാക്കിയാലും അതിനെയൊക്കെ തന്നെ നേരിടാൻ തങ്ങൾ സർവ്വസജ്ജമാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള വിരട്ടലുകളൊന്നും തന്നെ തങ്ങളോട് വേണ്ട എന്ന നിലപാട് തന്നെയാണ് നിലവിൽ പെസഷ്കിയാൻ അടക്കം വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതോടൊപ്പം കഴിഞ്ഞ ദിവസം നമുക്ക് പറയുവാനുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഇറാനിയൻ ദേശീയ സുരക്ഷാ ഉദ്യോഗസ്ഥനായിട്ടുള്ള ഇബ്രാഹിം അസിസി രംഗത്ത് വന്ന ഒരു സാഹചര്യമാണ്. അദ്ദേഹം വീണ്ടും ഒരു കാര്യം ആവർത്തിച്ചു പറയുന്നു. ഏത് തരത്തിലുള്ള സാഹചര്യത്തെയും നേരിടാൻ തങ്ങൾ സജ്ജമായിരിക്കുകയാണ്. അതുകൊണ്ട് ഓലപ്പാമ്പ് കാട്ടി തങ്ങളെ പീഡിപ്പിക്കുന്ന ആ ഒരു നടപടി ട്രംപിന്റെ ഭാഗത്തു നിന്നും ഇനി ഉണ്ടാകേണ്ടതില്ല. ട്രംപിന്റെ വാക്കിനെ വിശ്വസിക്കുന്ന കാര്യം അത് ഇനി മുന്നോട്ട് ഉള്ള ദിവസങ്ങളിൽ ഉണ്ടാകില്ല എന്നുള്ള കാര്യത്തിലും. അതുപോലെ പാകിസ്ഥാനിൽ നടക്കുന്ന നയതന്ത്ര നീക്കത്തിൽ ഏതെങ്കിലും ഒരു തീരുമാനമായി കഴിഞ്ഞാൽ, സമവായമായി കഴിഞ്ഞാൽ തങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങളൊക്കെ തന്നെ അംഗീകരിച്ചു കഴിഞ്ഞാൽ അതിനോടൊപ്പം നിൽക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായിരുന്നാലും ഈ ഒരു സാഹചര്യത്തിൽ എന്താകും മുന്നോട്ട് പോവുക എന്നുള്ള കാര്യത്തിലുള്ള ആശങ്കയടക്കം ഉയർന്നിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ അമേരിക്കയെ സംബന്ധിച്ച് ഏറ്റവും ഭീതി ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഇറാനെ സംബന്ധിച്ച് അതിശക്തമായ ആക്രമണം നടത്തിയെങ്കിൽ പോലും പല കെട്ടിട സാമഗ്രികളൊക്കെ തന്നെ യുദ്ധ സന്നാഹങ്ങളും അതുപോലെ യുദ്ധ കലവറയും ഒക്കെ തന്നെ ശക്തമായി ആക്രമിച്ചെങ്കിൽ പോലും ഇറാൻ വീണ്ടും അവരുടെ സൈനിക ശേഷി അതിവേഗം പുനർനിർമ്മിക്കുന്ന ഒരു നടപടിയിലേക്ക് തന്നെ കടന്നിരിക്കുന്നു. അമേരിക്കയുടെ ഇന്റലിജൻസ് റിപ്പോർട്ട് അനുസരിച്ചാണ് ഇക്കാര്യം മനസ്സിലാക്കാനായി സാധിക്കുന്നത്. അതും അമേരിക്ക പ്രതീക്ഷിച്ചതിലും വളരെ വേഗത്തിൽ അവർ അവരുടെ സൈനിക സംവിധാനങ്ങൾ പുനർനിർമ്മിക്കുന്നുവെന്നാണ് അമേരിക്കൻ രഹസ്യ ഏജൻസികളുടെ കണ്ടെത്തൽ. അതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ വലിയ യുദ്ധസന്നാഹങ്ങൾ, അതായത് ഇന്റർസെപ്റ്ററുകളും അതുപോലെ തന്നെ യുദ്ധവിമാനങ്ങളും അടക്കം യുദ്ധമുന്നണിയിലേക്ക് കടത്തിവിടുമ്പോൾ ഇറാനെ സംബന്ധിച്ച് അവർ ചെറു ഡ്രോണുകളും മറ്റുമൊക്കെ വളരെ ചിലവ് കുറഞ്ഞ രീതിയിലുള്ള ഡ്രോണുകൾ എണ്ണത്തിൽ വളരെ കൂടുതലായി അവരുടെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് നിലവിലുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് വിശദാംശങ്ങൾ നൽകിയത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.